നമസ്കാരം. ഇലക്ഷൻ സമയമാണ്. ഇലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും പല പല പ്രസ്താവനകളും ഉണ്ടാവുന്നുണ്ട്. പലതും വളരെ കോൺട്രവേഴ്സ്യൽ ആവുന്നുണ്ട്. ഈ അടുത്തിടെയായിട്ട് നമ്മുടെ ചർച്ചകളിലേക്ക് വന്ന ഇപ്പോഴത്തേതും മുൻപത്തേതുമായിട്ടുള്ള ചില കോൺട്രവേഴ്ഷ്യൽ പ്രസ്താവനകളുണ്ട്. ആദ്യമായിട്ട് 2006 നമ്മുടെ മുൻ പ്രധാനമന്ത്രി നടത്തിയ ഒരു ഫസ്റ്റ് റൈറ്റ് ഇൻ ദ റിസോഴ്സസ് ഓഫ് ദ കൺട്രി എന്നതിലേക്ക് അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രസംഗം. പിന്നെ അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു വിവാദപരമായ പ്രസംഗം. പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിലൊരു പ്രമുഖ പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവിൻ്റെ വക ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്ന 3 വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രസംഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ശരിതെറ്റുകളിലേക്കും മെറിറ്റിലേക്കും ഒന്നും കടക്കുന്നില്ല. അതിൽ അഭിപ്രായങ്ങളില്ലാഞ്ഞിട്ടല്ല, വെറുതെ വിവാദങ്ങളിലേക്കും അതിലേക്കൊന്നും കിടക്കാൻ താല്പര്യമില്ല. പക്ഷേ ഇതിൽ ഫസ്റ്റ് റൈറ്റ് ഓഫ് ദ കൺട്രി, ഫസ്റ്റ് റൈറ്റ് ഇൻ ദ റിസോഴ്സ് ഓഫ് ദ കൺട്രി എന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാലോ. വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല, ഈ ഒരു ഐഡിയനെ കുറിച്ചാണ് പറയുന്നത്. മൈ ഐഡിയ ഓഫ് സെക്യുലറിസം എന്നുള്ളത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി കമ്മ്യൂണിറ്റി സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അതാണ് സെക്യുലറിസത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രാഥമികമായ ഐഡിയ, എൻ്റെ ധാരണ, എൻ്റെ അഭിപ്രായം എന്നുള്ളത് ആദ്യം തന്നെ മുമ്പ് ഇത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുന്നു. പിന്നെ റൈറ്റ് ഓൺ ദ റിസോഴ്സസ് ഓഫ് ദ കൺട്രി. എൻ്റെ അഭിപ്രായത്തിൽ ആർക്കാണ് ഫസ്റ്റ് റൈറ്റ് ഓൺ ദ റിസോഴ്സസ് ഓഫ് ദ കൺട്രി? ഒരു മതേതര രാജ്യത്തിൽ ഐ തിങ്ക് എവ്രിബഡി ഹാസ് ഈക്വൽ റൈറ്റ്സ് ഓൺ ദ റിസോഴ്സ് ഓഫ് ദ കൺട്രി. അതാണ് എൻ്റെ ഏറ്റവും ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഏറ്റവും നല്ല രീതി. നമ്മൾ എത്തേണ്ട എൻഡ് പോയിന്റും നമ്മൾ ആഗ്രഹിക്കേണ്ട എൻഡ് പോയിന്റും നമ്മൾ കാണാൻ ആഗ്രഹിക്കേണ്ടതും അതാണ്. ഈക്വൽ റൈറ്റ്സ് ടു എവ്രിബഡി. ഇനി ഈക്വൽ റൈറ്റ്സ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ചില വിഭാഗങ്ങൾക്ക് സ്പെഷ്യൽ പ്രയോറിറ്റി കൊടുക്കണം എന്ന് ആണെങ്കിൽ ഓക്കെ, അതിൽ ഒരു പരിധി വരെ മെറിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ ആ ഒരു ചെറിയ പ്രയോറിറ്റി, അതൊരു എക്സ്ക്ലൂസീവ് ഫസ്റ്റ് റൈറ്റ് അല്ല, ഒരു ചെറിയൊരു പ്രയോറിറ്റി ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് റൈറ്റ്സ്, ഒരു മൈൽഡ് പ്രയോറിറ്റി ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് റൈറ്റ്സ് എന്നുള്ളത് ആർക്കാണ് കൊടുക്കേണ്ടത്? അവിടെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മതേതര രാജ്യത്തിൽ ഒരിക്കലും അത് ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലാവരുത്. ഒരാളുടെ ആ പ്രയോറിറ്റിക്കായിട്ടുള്ള ക്രൈറ്റീരിയ എന്താണ്? അത് ഒരു ബാക്ക്വേർഡ്നെസ് ആവാം, പലതരത്തിലുള്ള ബാക്ക്വേർഡ്നെസ് ആവാം. അപ്പോൾ അത്തരത്തിലുള്ള ബാക്ക്വേർഡ്നെസ് ഉള്ള ആൾക്കാർക്ക് ചെറിയൊരു എക്സ്ട്രാ ഇത് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ ബാക്ക്വേർഡ്നെസ് ഒരിക്കലും എക്സ്ക്ലൂസീവായിട്ട് ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലായി കഴിഞ്ഞാൽ അത് സെക്യുലറിസം എന്ന് നമ്മൾ എപ്പോഴും അഭിമാനിക്കുന്ന മഹത്തായ ഒരു ആശയത്തിനെതിരാവും. കാര്യം ഇന്നത്തെ കാലത്ത് ഒരാളുടെ ബാക്ക്വേർഡ്നെസ് ഒരിക്കലും ജാതിയുടെയോ മതത്തിൻ്റെയോ ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. പലതരം കാര്യങ്ങൾ ഒരാളുടെ ബാക്ക്വേർഡ്നെസ്സിനെ തീരുമാനിക്കുന്നുണ്ട്. സാമ്പത്തികമായ അവസ്ഥ, സാമൂഹികമായ ചുറ്റുപാടുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, പിന്നെ ജോഗ്രഫിക് ആയിട്ടുള്ള ചില ലൊക്കാലിറ്റികൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ വേണ്ട രീതിയിൽ വിലയിരുത്തി ഇതിൻ്റെ എല്ലാം കറക്റ്റ് ഒരു മിശ്രണത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഒരാളുടെ സോ കോൾഡ് ബാക്ക്വേർഡ്നെസ് തീരുമാനിക്കേണ്ടത്. അത്തരത്തിലൊരു ചെറിയൊരു എക്സ്ട്രാ പ്രിവിലേജ് ഇൻ റൈറ്റ്സ് അവർക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഇതിൻ്റെ ബേസിസിലായിരിക്കണം. ഇതല്ലാതെ ഇപ്പോൾ നിലനിൽക്കുന്ന പോലെ നമ്മൾ കാസ്റ്റിൻ്റെ ബേസിലോ അല്ലെങ്കിൽ ചിലർക്ക് കാണാൻ ആഗ്രഹിക്കുന്ന പോലെ മതത്തിൻ്റെ ബേസിലോ ഒക്കെയാണ് ഇത് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഓൾറെഡി തന്നെ നമ്മുടെ രാജ്യത്തിൽ പല രീതിയിലുള്ള വിഭജനങ്ങൾ നടക്കുന്നുണ്ട്, വിഭജന ചിന്താഗതികളുണ്ട്. അത് പിന്നെയും കൂടാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. ദാറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദ വെരി കോർ ഐഡിയ ഓഫ് സെക്യുലറിസം ആൻഡ് ഇക്വാലിറ്റി. സോ അതാണ് ഈ കാര്യം പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ഇക്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇക്വാലിറ്റി നമുക്ക് പല തലത്തിലാവാം. ഇക്വാലിറ്റി അറ്റ് ദ ലെവൽ ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും റിലേറ്റീവ്ലി ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. തങ്ങളുടെ സ്കിൽസ് പ്രദർശിപ്പിക്കാൻ, വിദ്യാഭ്യാസം നേടാൻ, ആരോഗ്യം ഉറപ്പുവരുത്താൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മത്സര പരീക്ഷകൾ പോലെ എന്തെങ്കിലും ഒരു ഇതുകളിൽ പങ്കെടുക്കാൻ, പരീക്ഷകളോ ഏതോ ആയിക്കോട്ടെ, ഒരു കഴിവുണ്ടെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പരമാവധി ഓപ്പർച്യൂണിറ്റീസ് ഈക്വലായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ കഴിയണം. അതാണ് നമ്മൾ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ എയിം ചെയ്യേണ്ടത്, അല്ലാതെ ഇക്വാലിറ്റി ഓഫ് റിസൾട്ട്സ് അല്ല. ഇക്വാലിറ്റി ഓഫ് റിസൾട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വൺസ് കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് എല്ലാവർക്കും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല. നമ്മുടെ പഴയ ക്രിക്കറ്റ് താരം വെങ്കടേഷ് പ്രസാദ് ഇതിനെ ഒന്ന് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ IPL തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കുറച്ച് ടീമുകളുടെ പോയിന്റ്സ് എടുത്ത് എല്ലാവർക്കും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയുമ്പോൾ ഇക്വാലിറ്റിയോ? IPL 9 ടീമുകൾക്കും ഒരേ പോയിന്റ്. പക്ഷെ അത് ശരിക്ക് ന്യായമാണോ? അല്ലല്ലോ. IPL കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കേണ്ട തുകയുടെ മാക്സിമം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ സാമ്പത്തികമായ അസമത്വം ഓപ്ഷനെ ബാധിക്കാതിരിക്കാൻ തുകയുടെ മാക്സിമം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും കുറച്ച് തുകയുള്ള ആളുകൾക്ക് പോലും പറ്റാവുന്ന രീതിയിലൊരു ഇതാണ് വെച്ചിട്ടുള്ളത്, അല്ലേ? പിന്നെ അവിടെ നിയമങ്ങളെല്ലാം ഒരുപോലെയാണ്, ആർക്കും സ്പെഷ്യൽ ഓപ്ഷൻ റൂൾസ് ഒന്നുമില്ല. കളിക്കുന്ന ഗ്രൗണ്ട്, ക്രിക്കറ്റിംഗ് നിയമങ്ങളെല്ലാം ഒരുപോലെയാണ്. പിന്നെ ആ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട്, ആ ഓപ്ഷൻ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കളിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീം ദേ ഡിസേർവ് ഇറ്റ്. അവരവരുടെ പോയിന്റ്സ് എടുത്ത് ബാക്കി എല്ലാവർക്കും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇക്വാലിറ്റിക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാണുള്ളത്? അപ്പോൾ അവർ ആ നിയമങ്ങൾക്കുള്ളിൽ നിന്നും, ആ ഓപ്ഷൻ നിയമങ്ങൾക്കുള്ളിൽ നിന്നും കളിച്ചും നേടിയും എടുത്ത പോയിന്റുകൾക്ക് യാതൊരു വിലയുമില്ല. ഇഫ് സംവൺ ഗോട്ട് 12 points
ദേ ഡിസേർവ് ഇറ്റ് അല്ലേ. അയാളുടെ പോയിന്റ്സ് എടുത്ത് 4 പോയിന്റോ 6 പോയിന്റോ ഉള്ളവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? സോ IPL ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ ആക്കണം, കഴിയുന്നത്ര ഈക്വൽ ആക്കണം. 100% നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ ലക്ഷ്യം ആ ഒരു തലത്തിലായിരിക്കണം. പ്രോപ്പർ സിസ്റ്റംസ് വേണം, കറപ്ഷൻ പാടില്ല, നെപ്പോട്ടിസം പാടില്ല. അതുപോലെ ജുഡീഷ്യൽ സിസ്റ്റം ആണെങ്കിൽ ഏത് സിസ്റ്റം ആണെങ്കിലും ഇഫ് ദർ ഇസ് എനി ഇക്വാലിറ്റി ഓഫ് സംതിങ് അൺടുവേർഡ് ദാറ്റ്സ് ഹാപ്പനിങ് ഇൻ ദിസ് ഓപ്പർച്യൂണിറ്റി അലോക്കേഷൻ, ഇഫ് ദാറ്റ്സ് ബ്രോട്ട് ടു ദ കോർട്ട് ദേ മസ്റ്റ് ബി ക്വിക്ക് സൊല്യൂഷൻ ഫോർ ദാറ്റ്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രാഥമിക തലത്തിൽ ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് റിക്വയർസ് സം എഫേർട്ട്. അത് ചെയ്യാതെ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വളരെയധികം വിഷ്വലി അല്ലെങ്കിൽ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻ റിസോഴ്സ് എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന വളരെ എളുപ്പമുള്ള കയ്യടി നേടാൻ കഴിയുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ദാറ്റ്സ് നോട്ട് ഗുഡ്. ദാറ്റ് വിൽ ഓൺലി പ്രൊമോട്ട് മീഡിയോക്രിറ്റി. നമ്മൾ എങ്ങനെ കളിച്ചാലും അവസാനം നമ്മുടെ പോയിന്റ്സ് എല്ലാം എടുത്ത് എല്ലാവർക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നതാണെങ്കിൽ ദെൻ വാട്ട്സ് ദ ഇംപെറ്റസ് ടു പ്ലേ ബെറ്റർ ആൻഡ് ഗെറ്റ് മോർ പോയിന്റ്സ് അല്ലേ. ദാറ്റ് വുഡ് ഓൾറെഡി പ്രൊമോട്ട് മീഡിയോക്രിറ്റി. നമ്മൾ സി രവിചന്ദ്രൻ ഇത് അദ്ദേഹത്തിൻ്റെ ടോക്കുകളിൽ പറയാറുണ്ട്. അദ്ദേഹം ഒരു ഏത്തിസ്റ്റ് ആണ്, ഞാൻ ഏത്തിസ്റ്റ് അല്ല, ദൈവവിശ്വാസിയാണ്. പക്ഷേ സത്യസന്ധമായ കാര്യങ്ങൾ ആര് പറഞ്ഞാലും അതിനോട് യോജിക്കണമല്ലോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക റിസോഴ്സ് എൻ പ്രോഡക്റ്റിൽ മാത്രം നോക്കിയുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള റീഡിസ്ട്രിബ്യൂഷനും ബ്ലൈൻഡ് ആയിട്ടുള്ള ഇക്വാലിറ്റി സെർച്ചും ദാറ്റ് ഓൺലി പ്രൊമോട്ട് മീഡിയോക്രിറ്റി. ഒരു പരീക്ഷയിൽ എങ്ങനെയൊക്കെ എഴുതിയാലും അവസാനം എല്ലാവർക്കും 50 മാർക്കേ കിട്ടുള്ളെങ്കിൽ 90 മാർക്ക് നേടുന്നവൻ കിട്ടാൻ കഴിവുള്ളവൻ പിന്നെ എന്തിന് പഠിക്കണം? അവൻ എത്ര പഠിച്ചാലും എന്തൊക്കെ ചെയ്താലും അവൻ അവസാനം 50 മാർക്കേ കൊടുക്കുള്ളൂ. 15 മാർക്ക് നേടാൻ കഴിയുന്നവനും 50 മാർക്ക് കിട്ടും. സോ ഇവൻച്വലി എവരി വൺ വിൽ കം ഡൗൺ ടു ദാറ്റ് 50 മാർക്ക്. പരീക്ഷയ്ക്ക് 50 മാർക്ക് കിട്ടാൻ വേണ്ടത് മാത്രമേ എല്ലാവരും പഠിക്കുള്ളൂ. അതാണ് വേണ്ടത്. അപ്പോൾ റിയൽ ആയിട്ട് ടാലൻറ്റോ കഴിവോ ഉള്ളവർക്ക് അത് മാക്സിമം അതിന് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വേണ്ടത്. ബാക്ക്വേർഡ്നെസ് തീരുമാനിക്കേണ്ടത് ജാതി മതത്തിൻ്റെ ബേസിസിൽ മാത്രമല്ല. അതുപോലെ ഈ ഒരു സ്പെഷ്യൽ റൈറ്റ്സ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തന്നെയും അത് അനന്തമായ കാലഘട്ടത്തിലേക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അതിന് ഫിക്സഡ് ടൈം പീരീഡ് വേണം, ഫിക്സഡ് ജനറേഷൻസ് എന്തെങ്കിലും ഫിക്സഡ് ടൈം പീരീഡ് വേണം എന്നുള്ളതും എൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് ഈ റീഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും വെൽത്ത് റീഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും ഫസ്റ്റ് റൈറ്റ്സിനെ കുറിച്ചും എല്ലാം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഇത് ഒരാളെ ബാധിക്കുന്ന കാര്യമല്ല, എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞത്. ഫെയർ സിസ്റ്റം വിതൗട്ട് കറപ്ഷൻ, ഗുഡ് ആൻഡ് ഫാസ്റ്റ് ലോസ്, മെറിറ്റോക്രസി, നോട്ട് ടു നെപ്പോട്ടിസം, ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് വിടുന്നു. So everybody should have equal rights, or if there is any priority to anyone, it must be based on real need or real merit, not just based on a very easy straightforward and based on birth, caste, religion, etc. ജനനസമയത്ത് നമ്മുടെ യാതൊരു മെറിറ്റോ ഡിമെറിറ്റോ ഇല്ലാതെ നമുക്ക് കിട്ടുന്ന, നമ്മുടെ യാതൊരു അധ്വാനഫലമായിട്ട് കിട്ടുന്ന അല്ലാത്ത ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലായിരിക്കരുത് നമ്മൾ ബാക്ക്വേർഡ്നെസ്സും ഫോർവേഡ്നെസ്സും ഒക്കെ തീരുമാനിക്കേണ്ടത്. 2024 നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മുന്നോട്ടാണ് നോക്കേണ്ടത്, പുറകോട്ടല്ല. ചരിത്രപരമായിട്ട് ഒരുപാട് തെറ്റുകൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ആ തെറ്റുകളെ പരിഹരിക്കുക എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും തെറ്റുകൾ വരുത്തിയിട്ടോ അല്ലെങ്കിൽ പുറകോട്ട് നടന്നിട്ടോ അല്ല എന്നുള്ളതാണ്. യഥാർത്ഥ സഹായങ്ങൾ കൊടുക്കുമ്പോൾ അത് ഏറ്റവും അർഹിക്കുന്നവർക്ക്, യഥാർത്ഥത്തിൽ അർഹിക്കുന്നവർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കണം. യഥാർത്ഥത്തിൽ അർഹിക്കുന്നവർക്ക് കൊടുക്കണം, യഥാർത്ഥത്തിൽ അർഹിക്കുന്നവർക്കേ കൊടുക്കാവൂ. എങ്കിൽ മാത്രമേ അതിനൊരു അർത്ഥമുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ജസ്റ്റ് ബിക്കം എ ഗിമിക് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ അതാണ് ഇത്രയും പറയാനുള്ളത്. താങ്ക് യു. തിങ്ക് അബൌട്ട് ഇറ്റ് ബിക്കോസ് നമ്മളെ ബാധിക്കുന്ന കാര്യമാണത്. ഓക്കെ, തിങ്ക് അബൌട്ട് ഇറ്റ്.